ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കീ കമ്പണൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള പോയിൻ്റൊക്കെ, എങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് കീ കമ്പണൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് വരുന്ന കുറച്ച് പോയിൻ്റാണ്. വെബ്സൈറ്റ്സ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, പേപ്പർ ക്ലിക്ക്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടൻറ് മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ദെൻ അതുപോലെ തന്നെ അനലിറ്റിക്സ്, സോഷ്യൽ മീഡിയ ലിസണിങ്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയവയൊക്കെയാണ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാം. വെബ്സൈറ്റ് എന്തായിരുന്നു? ഓൺലൈൻ വെബ്സൈറ്റ്സിൽ എന്താ ഉണ്ടാവുക? ഇൻഫർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും, സർവീസസ് ഉണ്ടാവും, കമ്പനീസിനെ കുറിച്ചിട്ടൊക്കെ. ജസ്റ്റ് നമ്മൾ എന്താണ് വെബ്സൈറ്റ്സ് അത്രേ പറയുന്നുള്ളൂ. വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ കൺസ്റ്റോൺ ഓഫ് ഓൺലൈൻ പ്രസൻസ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് അബൌട്ട് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ സർവീസ് ആൻഡ് ദ കമ്പനി. ദെൻ സെക്കൻഡ് വണ്ണാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യമാണ്. SEOയിൽ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ? നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് എന്നുള്ളത് സെർച്ച് എഞ്ചിനിൽ ഏറ്റവും മുകളിൽ ഏറ്റവും ഹയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ക്ലിക്ക് എന്തായിരുന്നു? പെയ്ഡ് ആഡ്സ് ദാറ്റ് അപ്പിയർ അറ്റ് ദ ടോപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് ഓർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് പെയ്ഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂട്ടിലൈസിങ് പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലേ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൈൻഡിലേക്ക് വരുന്ന നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡിലേക്ക് എന്താ വരേണ്ടത്? ഇൻസ്റ്റാഗ്രാം. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഇൻസ്റ്റാഗ്രാമാണ്. സോ ജസ്റ്റ് അത്രേ പറയുന്നുള്ളൂ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ അതുപോലെ യൂസ് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, അത്രേ പറയുന്നുള്ളൂ. ദെൻ ഇമെയിൽ മാർക്കറ്റിംഗ് മുമ്പ് നല്ല വൃത്തിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന്. സോ വീഡിയോസ് പോയി കാണാം. ദെൻ കണ്ടൻറ് മാർക്കറ്റിംഗ് ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് വാല്യുബിൾ കണ്ടൻറ് ടു അട്രാക്റ്റ് ആൻഡ് എൻഗേജ് കസ്റ്റമേഴ്സ്. കണ്ടൻറ് അടിപൊളിയാവണം എന്നാലേ, അല്ലെങ്കിൽ കണ്ടൻറ്റിന് വാല്യൂ വേണം, കണ്ടൻറ്റിനൊരു ക്വാളിറ്റി വേണം, എന്നാലേ അത് അട്രാക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റ്സ് വേണം. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കോഴ്സിനെ കുറിച്ചാണെങ്കിൽ അതിലെന്തെങ്കിലും 100% പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത്, കോസ്റ്റ്യൂം പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അതിൽ അതിൻ്റെ ക്വാളിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിന് യൂസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് നമ്മളെ യൂസേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവായിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ മൊബൈൽ മാർക്കറ്റിംഗ് ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് വാല്യുബിൾ കണ്ടൻറ് ടു അട്രാക്റ്റ് എൻഗേജ് മൊബൈൽ മാർക്കറ്റിംഗ് ഒപ്റ്റിമൈസിങ് മാർക്കറ്റിംഗ് എഫേർട്ട് ഫോർ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കീ കമ്പണൻസിൽ വരുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.